കാടമുട്ട മസാല ഇത് കേൾക്കുമ്പോഴേ ഒട്ടുമിക്ക ആളുകൾക്കും കോഴിക്കോട് ബീച്ചായിരിക്കും ഓർമ്മ വരിക. പക്ഷെ എനിക്ക് ഞങ്ങളെ മലപ്പുറത്തുള്ള കൊടികുത്തിമലയാണ് ഓർമ്മ വരുന്നത്. ആ മലയുടെ മുകളിൽ ഒരു ചെറിയ ചായക്കട ഉണ്ട്. വൈകുന്നേര സമയത്ത് അവിടെ ചെന്ന് ഒരു പ്ലേറ്റ് കാടമുട്ട മസാലയും ഒരു ഗ്ലാസ് ചുക്ക് കാപ്പിയും വാങ്ങിച്ചിട്ട് നേരിയ തണുത്ത കാറ്റും ആസ്വദിച്ച് സൺസെറ്റും കണ്ടത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഹൗണ്ടമ്മേ. അപ്പൊ കൊടികുത്തിമലയിൽ അത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ കാടമുട്ട മസാല ഉണ്ടാക്കാൻ ആദ്യം തന്നെ കാട പുഴുങ്ങി അതിന്റെ തോടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അത് നല്ലോണം മൂപ്പിച്ചെടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് എല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആ പൊടികളൊക്കെ നന്നായി ചൂടായി പച്ചമണം മാറി മൂത്ത് വന്നു കഴിഞ്ഞാൽ വേവിച്ച് വെച്ചേക്കണ കാടമുട്ടയെ കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയുള്ള പരിപാടി. കോഴിക്കോട് ബീച്ചിലും കൊടികുത്തിമലയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കാടമുട്ട മസാല നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കാണുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചൊറുക്കാവാൻ വേണ്ടിയിട്ടും കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ചെറുതായിട്ട് തന്നെ സവാള അതിന്റെ മേളിലൊന്ന് വിതറി കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.